മന്മത വേഗം വാ. എത്ര സമയമായി? സമയത്തിനടുത്തണ്ടേ? വേഗം വാ. നീ എവിടെയാ പോയി? നീ ഇയാളെ പെണ്ണാണ് വാച്ച് വിളിച്ചിരുന്നു. എന്താ പറയാ മോനെ, ഞങ്ങൾ ഇന്നലെ വഴിക്ക് വെച്ച് കണ്ടപ്പോ ഇങ്ങനെ ഒന്ന് രണ്ടും പറഞ്ഞ കൂട്ടത്തിൽ ഇങ്ങനെ നിന്റെ പെണ്ണ് കാണാനായിട്ട് പോണുണ്ടെന്ന് പറഞ്ഞപ്പോൾ എന്നോട് ചോദിച്ചു ഞാനും കൂടി വന്നോട്ടെ എന്ന് ചോദിച്ചു. അപ്പോൾ പിന്നെ ഞാൻ പറഞ്ഞു വന്നോളാൻ പറഞ്ഞു. എന്ത് കഥയാണ് അച്ഛത്? എന്തിനാ ഈ നാട്ടുകാരെയൊക്കെ വിളിക്കണേ? ഇവന് പെണ്ണ് കാണാനല്ലേ പോണേ? നമ്മളെ ബന്ധുക്കളെ പോലും വിളിച്ചില്ലല്ലോ. ഞാൻ വിളിച്ചതല്ല, വന്നോട്ടെ എന്ന് ഇങ്ങോട്ട് ചോദിക്കുമ്പോൾ പിന്നെ എങ്ങനെയാ വേണ്ടെന്ന് പറയണേ നമ്മള്. അച്ഛനെ എന്തെങ്കിലും പറഞ്ഞ അയാൾ ഒഴിവാക്കി നോക്കും. എന്താടാ പറയണേ? വന്നൊരാളിനെ ഇനി എങ്ങനെ പറഞ്ഞു ഒഴിവാക്കി വിടണം? പിന്നെ അയാളെയും കൊണ്ട് പെണ്ണ് കാണാൻ പോവാനോ? വന്നല്ലേ ഇനിയിപ്പോ. അവിടുന്ന് അവർ നീ ചോദിച്ചാൽ എന്താ പറയാ? നമ്മള് നമുക്ക് എന്തായാലും പറയാം. രാഘുവാലു അച്ഛൻ വാതിൽ പൊട്ടിട്ട് വേഗം വരാൻ നോക്കാം. നടക്കമ്മേ. എന്റെ മന്മഥനില്ലേ? വരും വാതില് കൂട്ടാനേ. എന്ന് പിന്നെ എവിടെ കയറുന്നു? ഇവിടെ കയറി, മുന്നിൽ കയറി. എനിക്ക് മന്മഥനോട് കുറച്ച് കാര്യം പറയാനുണ്ട്. ആ വാ, ഇരിക്ക് കയറി ഇരിക്ക്. രാഘവ് ആ പോവാ. ചായ വേണ്ടേ? അല്ല, ഞാൻ ഈ പാലൊഴിച്ച ചായ കുടിക്കാറില്ല, കട്ടനെ കഴിക്കാറ്. ഷുഗർ ഉണ്ടല്ലേ? ഷുഗർ? ആ അല്ല, ഇദ്ദേഹം അതായത് അമ്മാവനാണ്. കുറച്ച് ദൂരത്തായിരുന്നു താമസം. ഇപ്പൊ ഞങ്ങളുടെ അയലത്ത് വന്നു. പിന്നെ ഡ്രൈവ് ചെയ്യുകയും ചെയ്യും. വണ്ടി ഓടിക്കാനൊക്കെ ഇടയ്ക്ക് ഇങ്ങനെ അങ്ങനെ. എവിടെ പഠിച്ചേ? മഹാരാജാസിലെ. അല്ല, മോനല്ല, മന്മഥേട്ടൻ എവിടെ പഠിച്ചേ? ഞാന് മാറിവാനിയസിലായിരുന്നു. ബികോം 95 ബാച്ച് ബികോം. ആ, എന്തേ? കൂടെ പഠിച്ചൊരു വിജയലക്ഷ്മി അറിയോ? വിജയലക്ഷ്മി, ഒരു തടിച്ചിട്ടൊരു വിജയലക്ഷ്മി ഉണ്ട്, പിന്നെ ഒരു മുടിയുള്ള മെലിഞ്ഞിട്ട് മുടിങ്ങനെ ഇതുവരെയുള്ള. അതെ, 2 വിജയലക്ഷ്മി ഉണ്ട്. അതില് ആ വിജയലക്ഷ്മി മുടിയുള്ള എന്റെ ചേച്ചിയാ. അതെ. അയ്യോ, അല്ല, അത് ഒരു കാനഡ, ഒരു രമേശ് എന്ന് പറഞ്ഞൊരു. അതെ, ഇപ്പൊ കാനഡയിലാണ്. അയ്യോ, ഞങ്ങളെ ഗ്രൂപ്പിനകത്തൊക്കെ ഇങ്ങനെ കണ്ടിരുന്നു. അതെ, ഞാൻ ഇങ്ങനെ വന്നേ മുതൽ ഇങ്ങനെ ശ്രദ്ധിക്കാനേ, ഈ മോക്ക് എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ. അപ്പോഴാണ് ചേച്ചിയുടെ ഫോട്ടോ അതില് സാമ്യം തോന്നിയത്. അതെ അതെ, കുറച്ചുകൂടെ അതിന്ന് ഇച്ചിരൂടെ ഒന്ന്. അതെ അതെ, ചേച്ചി പിന്നെ എപ്പോഴും പറയാറുണ്ടായിരുന്നു കേട്ടാ, പഠിക്കണ കാലത്ത് കലാലയ രാഷ്ട്രീയത്തിലെ പുലിയായിരുന്നു, നല്ല പ്രാസംഗികനാണ്. ഇപ്പോഴും അങ്ങനെയൊക്കെ ഉണ്ടാവും. ആ സമയത്ത് ഇങ്ങനെ ഓരോരോ. അല്ല എന്റെ മന്മഥേട്ടാ, അന്നത്തെ കാലത്ത് ഈ കലാലയ രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ അനിവാര്യമായിരുന്നു. കുട്ടികളുടെ ആവശ്യങ്ങൾക്കും അവകാശത്തിനും വേണ്ടി പോരാടാനുള്ളൊരു സംഘടന. അന്ന് അവകാശങ്ങൾക്ക് വേണ്ടി റോഡിലിറങ്ങി സമരം നടത്തുമ്പോൾ പോലീസുകാരുടെ അടിയൊക്കെ കൊണ്ടിട്ടുണ്ടാവും പലരും. ഇവിടെ ഒരുപാട് പാടുണ്ട് അടികൊണ്ടായി. ഇന്നിപ്പോ കലാലയ രാഷ്ട്രീയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പേടിയാവാ. ഒരേ കോളേജിൽ തന്നെ വിദ്യാർത്ഥികൾ പരസ്പരം തമ്മിൽ തല്ലിയും വെട്ടിയും കുത്തിയും മരിക്കല്ലേ, പിന്നെ റാഗിങ്. അമ്മയും അച്ഛനും തമ്മിൽ പ്രായ വ്യത്യാസം ഉണ്ടല്ലേ? നല്ല അമ്മ ചെറിയ പെണ്ണ്. രാഘവേട്ടൻ ലഡു കഴിച്ചില്ലല്ലോ? ലഡു കഴിക്കില്ല. ലഡു കഴിക്കും, ഒരു ലഡു കഴിക്കേ. ആ
മോളെ പഠിത്തമെല്ലാം നല്ല രീതിയിൽ പോകണ്ടല്ലോ അല്ലേ? ഇനിയിപ്പോ എക്സാമും കൂടെ ഉണ്ട്. എല്ലാം കഴിഞ്ഞിട്ട് എല്ലാ ടെസ്റ്റും അറ്റൻഡ് ചെയ്യണം, ജോലി മേടിക്കണം കേട്ടാ. അതിനൊക്കെ സമയമുണ്ടല്ലോ. ആ എന്നാ പിന്നെ നമുക്ക് അങ്ങനെ ഇനിയിപ്പൊ ഞങ്ങള് ഒരു ദിവസം എന്തായാലും കുട്ടി താമസിക്കേണ്ട വീടല്ലേ, ഒരു ദിവസം അവിടെ വന്ന് കാണണല്ലോ. ആ എല്ലാരും കൂടി അങ്ങോട്ട് വരിക ഇനി. അത് കഴിഞ്ഞ് ഞങ്ങൾ ഇങ്ങോട്ട് വരും. അങ്ങനെ പിന്നെ നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പോയും വരും ഒക്കെ ചെയ്യാം. അതാ ഇതിന്റെ ഒരു ഇത് അല്ലേ? ഇറങ്ങാം. കട പൂട്ടിയിട്ടാ വന്നത്. ഓ, ശരി. പോയിട്ട് വേണം തുറക്കാൻ. അതാ. അപ്പൊ എന്നാ പിന്നെ അങ്ങനെ ആവട്ടെ. മോളെ എന്നാ ശരി, ഞങ്ങളും ഇറങ്ങട്ടെ. ഓ ശരി അതെ, ഇടയ്ക്കൊക്കെ ഇങ്ങനെ ഇപ്പൊ എന്തായാലും ഇങ്ങനെ കാഴ്ചക്ക് ഇടയ്ക്കൊക്കെ വരണം. വരുമ്പോ വന്നോണ്ടിരിക്കും. ചായ മുഴുവൻ കുടിച്ചോ. രണ്ട് ലഡു എടുത്ത് അല്ല ഇത് കഴിക്കും. താക്കോല്. ഇനി ഇതുപോലെ എവിടെയെങ്കിലും പോകുമ്പോ ആരെങ്കിലും വിളിച്ചോണ്ട് വന്ന അച്ഛാ ഞാനൊരു വഴിക്ക് ചെയ്യാൻ വരില്ല കേട്ടോ. അച്ഛന് സമാധാനമല്ലോ. വെറുതെ ഓരോ മാരണങ്ങൾ വിളിച്ച് കയറ്റിക്കോളും. ആരോ എടാ, നമ്മുടെ പുത്തൂര് പോയി പെണ്ണ് കണ്ടില്ലേ, ആ സത്യശീൽ എന്ന് പറഞ്ഞ അയാള് വിളിക്കുകയാണ്. ആ ബന്ധത്തിന് നമുക്ക് താല്പര്യമില്ല നമ്മൾ പറഞ്ഞതല്ലേ? താല്പര്യമില്ലാന്ന് ഞാൻ പറഞ്ഞില്ല. അച്ഛൻ ഇതുവരെ പറഞ്ഞില്ലേ? എന്നാ അച്ഛൻ ഇപ്പൊ വിളിച്ച് പറ. അതെങ്ങനെയാടാ ഞാൻ എന്റെ അച്ഛ, ഇപ്പൊ നമ്മൾ പോയി കണ്ട കുട്ടിക്ക് ക്വാളിഫിക്കേഷൻ കൂടുതൽ, അവൾക്ക് ജോലി സാധ്യത ഉണ്ട്. ആ കുട്ടിക്ക് അതില്ല, അതുകൊണ്ട് ഞാനത് ഒഴിവാക്കുന്ന പറ. അച്ഛൻ ഇപ്പൊ തന്നെ വിളിച്ച് പറ. എടുക്ക്, ഫോൺ എടുക്ക്. ഹലോ. ആ മന്മഥൻ, ആ നിങ്ങൾ ഇവിടെ വന്നിട്ട് കുട്ടിയെ കണ്ടു പോയതിന് ശേഷം പിന്നെ വിവരമൊന്നും പറഞ്ഞില്ലല്ലോ. അതെ അതെ, പിന്നെ കുറച്ച് തിരക്കുകളായി പോയേ. അല്ല, എൻ്റെ കുട്ടിയെ ഇഷ്ടക്കുറവൊന്നുമില്ലല്ലോ അല്ലേ? ഏയ് അങ്ങനെയൊന്നുമല്ല. എന്നാ പിന്നെ ഞാൻ കാര്യങ്ങളൊക്കെ നീക്കിക്കോട്ടെ. ഓ പിന്നെന്താ. അല്ല അതെ, ഞാന് കുടുംബമായിട്ട് ഒരു യാത്ര പോണുണ്ട്. 2-3 ദിവസം കഴിഞ്ഞേ വരുള്ളേ. ഓ ആയിക്കോട്ടെ ആയിക്കോട്ടെ. പിന്നെ ഞാൻ നമ്മുടെ കുട്ടികളുടെ ജാതകം ഒന്ന് പണിക്കരെടുത്ത് കൊണ്ടുപോയി നോക്കി. അപ്പൊ അതിനകത്ത് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല, എല്ലാം ഓക്കെ ആണ് എന്നാണ് പറഞ്ഞത്. ഇനി നിങ്ങൾക്ക് വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലല്ലോ? ഇല്ലില്ല, അങ്ങനെയൊന്നുമല്ല. ഈ കുറച്ച് തിരക്കാണ്, അതുകൊണ്ടാണ്. ഞാനൊരു യാത്ര പോയിട്ട് വന്നിട്ട് ഒരു 2 ദിവസം കഴിഞ്ഞ് അങ്ങോട്ട് വിളിക്കാം. ആ മതി മതി മതി. എന്നാ പിന്നെ നമുക്ക് അതങ്ങോട്ട് ചെയ്യാല്ലേ? ഞാൻ 2 ദിവസം കഴിഞ്ഞ് അങ്ങോട്ട് വിളിച്ചോളാവേ. ശരി ശരി. അച്ഛൻ ഇപ്പോഴും അവരോട് നമ്മൾ താല്പര്യമില്ലെന്ന് പറഞ്ഞോ? എടാ, ആ ഒരു വലിയ പ്രതീക്ഷയോടെ ഇരിക്കുന്ന ഒരാളിൻ്റെ അടുത്ത് നമ്മൾ പെട്ടെന്ന് വിളിച്ചിട്ട് നമുക്ക് താല്പര്യമില്ല എന്നൊക്കെ പറഞ്ഞാൽ അവർക്കത്. ആ കുട്ടിയെ ഞാൻ കെട്ടണോ? നീ കെട്ടുമൊന്നും വേണ്ട. പിന്നെ അച്ഛൻ കെട്ടുവോ? അച്ഛനോട് പറഞ്ഞതല്ലേ അത് നമുക്ക് താല്പര്യമില്ലെന്ന് പറയാൻ. ഇതിപ്പോ എന്താന്ന് വെച്ച് കഴിഞ്ഞാല് അവര് 2-3 പ്രാവശ്യമൊക്കെ വിളിച്ച് കഴിയുമ്പോൾ നമുക്ക് അതിനോട് താല്പര്യമില്ലാന്ന് തോന്നി അവര് തന്നെ സ്വയം പൊക്കോട്ടെ. അച്ഛാ, എനിക്ക് വേറെ ഒന്നും പറയാനില്ല. അച്ഛാ, വിളിച്ച് പറഞ്ഞേക്കണം. എനിക്ക് ലക്ഷ്മിയെ മതി, അത്രയും ഞാൻ പറയുന്നുള്ളൂ.